ഹായ് സ്റ്റുഡൻസ്, ദ ലോ ആൻഡ് ദ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോ എന്ന് പറഞ്ഞാൽ നിയമം, സൊസൈറ്റി എന്നോട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ സമൂഹവും അതിലുള്ള പല തരം നിയമങ്ങളെയും കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിക്ചർ കാണാം. അതിൽ കുട്ടികൾ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അത് ഏത് ഗെയിമാണ്? ഒബ്സർവ് ദ പിക്ചർ. ദ പിക്ചർ ഷോസ് ഫ്രണ്ട്സ് പ്ലേയിങ് കുളങ്കര എന്ന് പറഞ്ഞ ഗെയിം കളിക്കുകയാണ്. ഹാവ് യു എവർ പ്ലേഡ് ദിസ് ഗെയിം? ഷാൾ വി പ്ലേ ദിസ് ഗെയിം? നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ? വാട്ട് ഓർ ദ റൂൾസ് ഓഫ് കുളങ്കര ഗെയിം? ഈ ഒരു ഗെയിമിന് എന്തൊക്കെ റൂൾസാണുള്ളത്, എന്തൊക്കെ നിയമങ്ങളാണുള്ളത്, എന്തൊക്കെ പറയാം? ജംപ് ടു ദ സർക്കിൾ വെൻ യു ഹിയർ കുളം എന്ന് കേൾക്കുമ്പോൾ എന്താണ്? സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ചാടണം. അതേപോലെ കര എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ചാടണം. തെറ്റായി ചാടിയ ആളുകൾ ഔട്ടാകും. ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു റൂള്. ഓൾ ദി ഗെയിംസ് ഹാവ് സെർട്ടെയിൻ റൂൾസ്. അതുപോലെ നമ്മൾ കളിക്കുന്ന എല്ലാ ഗെയിംസിനും എന്താണ്? അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഗെയിമും കളിക്കുക. ഇഫ് യു ഫെയിൽ ടു ഫോളോ ദ റൂൾസ് ഓഫ് ദ ഗെയിം വി ആർ ഇൻവോൾവ്ഡ് ഇൻ, ക്യാൻ വി കണ്ടിന്യൂ ടു പ്ലേ? ഒരു ഗെയിമിലുള്ള നിയമങ്ങൾ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ആ ഗെയിം തുടർന്ന് കളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ എഫക്റ്റ് കുറയും. അതല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള രീതിയിൽ കളിക്കാൻ കഴിയില്ല. Like this, we have to follow certain rules and guidelines for the smooth functioning of the school. What are they? ഒരു ഗെയിമിൽ കുറച്ച് നിയമങ്ങളുള്ളതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലും കുറച്ച് നിയമങ്ങളുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള നിയമങ്ങളാണ് സ്കൂളിലുള്ളത്? ഇപ്പോൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫോളോ ദ ടൈം ഷെഡ്യൂൾ. സ്കൂളിൻ്റെ ടൈം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 10 മണിക്ക് തന്നെ സ്കൂളിലെത്തണം. 4 മണിക്കാണ് കഴിയുകയെന്നുണ്ടെങ്കിൽ അതുവരെ അവിടെ നിന്നിട്ട് 4 മണിക്കാണ് തിരിച്ചു പോരേണ്ടത്. ഇനി വിയർ സ്കൂൾ യൂണിഫോം. സ്കൂളിലൊരു പ്രത്യേക യൂണിഫോം ഉണ്ടെങ്കിൽ അത് തന്നെ ധരിക്കണം നമ്മൾ ഓരോ ദിവസവും. ദെൻ അറ്റൻഡൻസ് ഈസ് കമ്പൽസറി. എല്ലാ ദിവസവും നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കണം ക്ലാസ്സിൽ. റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള റൂൾസൊക്കെയാണ് സ്കൂളിൽ നമ്മൾ പാലിക്കാറുള്ളത്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് ആർ നോട്ട് ഫോളോഡ്? ഇത്തരത്തിലുള്ള നിയമങ്ങൾ സ്കൂളിൽ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കാനും സ്കൂളിൽ പോകാനും കഴിയില്ല. അപ്പോൾ കറക്റ്റ് സ്കൂളിലെ സമയത്ത് നിങ്ങൾ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ എന്താണ്? ആ ക്ലാസ്സുകൾ നഷ്ടപ്പെടാം. മറ്റു കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ ഈ കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും. Discuss in group and prepare a chart showing rules and guidelines to be followed in school and present them to class. എന്ത് ചെയ്യുക? ഗ്രൂപ്പായിട്ട് സ്കൂളിൽ എന്തൊക്കെ നിയമങ്ങളാണ് നിങ്ങൾ പാലിക്കുന്നത് അല്ലെങ്കിൽ പാലിക്കേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് ഒരു ചാർട്ടിൽ അത് എഴുതി പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ലോ? എന്താണ് ലോ? ലോ എന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ എന്ന് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Just like following the rules and guidelines in school, it is essential to follow certain rules and guidelines for the survival of the society. നമ്മുടെ സ്കൂളിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഗെയിമിലൊക്കെ ഒരുപാട് ലോസ് ഫോളോ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. Law is the accepted set of rules and regulations for the existence and smooth functioning ഓഫ് ദ സൊസൈറ്റി. എന്താണ് നിയമം എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ്. അത് നിങ്ങൾ പഠിക്കണം. ലോ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റഡ് സെറ്റ് ഓഫ് റൂൾസാണ്. ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ്, നിയമങ്ങളാണ്. ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനും അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഒരു ഫങ്ഷനിങ്, പ്രവർത്തനത്തിനും വേണ്ടി. അപ്പോൾ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാനും അവിടുത്തെ ആളുകളുടെ നിലനിൽപ്പിനുമൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കുറച്ച് നിയമങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. ഹ്യൂമൻസ് ആർ സോഷ്യൽ അനിമൽസ്. നമ്മളെന്താണ്? സാമൂഹിക ജീവികളാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. ലോസ് ആർ എസെൻഷ്യൽ ടു എൻഷുർ എ ബെറ്റർ ലൈഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ എവറി ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹത്തിലുള്ള ഓരോ ആളുകളും, എവറി ഇൻഡിവിജ്വലിൻ്റെ അവരുടെ ഒരു ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതവും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, അവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലോസ് ആർ മെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് എവരി വൺ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ഓരോ ആളുകളുടെയും വെൽഫെയർ, അവരുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. സർട്ടൻ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ക്യാരക്ടർ, കണ്ടക്ട്, ആക്ഷൻസ്, ഫ്രീഡം, റൈറ്റ്സ് എക്സെട്ര ആർ എസെൻഷ്യൽ ഫോർ ദ മെമ്പേഴ്സ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ആളുകളുടെ ചില ക്യാരക്ടർ, ചില സ്വഭാവം, അവർ ചെയ്യുന്ന ചില ആക്ഷൻസ്,
ചില തരത്തിലുള്ള സ്വാതന്ത്ര്യം, ചില അവകാശങ്ങൾ, ഇതിലൊക്കെ എന്ത് ചെയ്യുക, ചില റെസ്ട്രിക്ഷൻസ്, കുറച്ച് തടസ്സങ്ങൾ, ഇതിലൊക്കെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആ ഒരു സൊസൈറ്റിയിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ആൾസോ നീഡ് ടു ബി കൺസിഡേർഡ് വൈൽ പ്രൊട്ടക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ്. ഒരാളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ് നിയമമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാളുടെ താല്പര്യങ്ങളെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പബ്ലിക്, പൊതുജനങ്ങളുടെ താല്പര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻ സച്ച് കേസസ് ദ സൊസൈറ്റി നീഡ്സ് എ സിസ്റ്റം, ദ ലോ പെർഫോം ദിസ് ഫങ്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ സൊസൈറ്റിക്ക് ഒരു സിസ്റ്റം വേണം. ഈ ലോ എന്ന് പറഞ്ഞ നിയമങ്ങളാണ് സൊസൈറ്റിയിലുള്ള ഈ ഫങ്ഷൻസ് നോക്കുന്നത്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ്, ഓരോ ആളുകളുടെ ഇൻട്രസ്റ്റ്, ഓരോ ആളുകളുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുകയാണ് ഈ നിയമം എന്ന് പറഞ്ഞ സിസ്റ്റം ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ സൊസൈറ്റി ഇഫ് ദ ലോസ് ആർ നോട്ട് ഫോളോഡ്? ഈ നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുക? ആളുകൾ പരസ്പരം എപ്പോഴും വഴക്കൊക്കെ ആയിരിക്കും, ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളില്ലാത്തൊരവസ്ഥയൊക്കെ വരാം. ഇഫ് ദ റൂൾസ് ആർ നോട്ട് ഫോളോഡ് കോൺഫ്ലിക്ട്സ് അറൈസ്. അതെ, റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, പല പ്രശ്നങ്ങളും വരാം. ദസ് എൻഡേഞ്ചേഴ്സ് എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. ദർഫോർ വയലേഷൻ ഓഫ് റൂൾ ഈസ് പണിഷബിൾ. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് പണിഷ്മെൻറ്റിന് അർഹമായിട്ടുള്ള, കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ലോസ് ആർ ഫോംഡ് മെയിൻലി ഇൻ 2 ways. ഇനി നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? 2 തരത്തിലാണ് മെയിനായിട്ട് നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നത്. ഒന്നെന്താണ്, ലോസ് ഓർ റൂൾസ് ഫോംഡ് ത്രൂ സോഷ്യൽ നോംസ് ഓഫ് പ്രാക്ടീസ്. സോഷ്യൽ നോംസിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ വരുന്ന നിയമം. സോഷ്യൽ നോംസ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ നോംസ് ആർ ദ അൺറിട്ടൺ റൂൾസ് ഓഫ് ബിലീഫ്സ്, attitudes and behaviors that are considered acceptable in a particular social organization or culture. അതായത് പ്രത്യേകിച്ച് എഴുതപ്പെട്ടിട്ടൊന്നും ഇല്ലാത്ത ചില നിയമങ്ങളാണ് സോഷ്യൽ നോംസ്. ആളുകളുടെ വിശ്വാസം, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വഭാവത്തിനൊക്കെ അനുസരിച്ച് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ആളുകൾ കുറച്ച് കാലം ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് നിയമങ്ങൾ, അതെവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, അത് ആ സൊസൈറ്റിയിലെ ആളുകൾ പാലിച്ചു പോരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണ് സോഷ്യൽ നോംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ നോംസിലൂടെ നിയമങ്ങൾ വരാം. അതല്ലെങ്കിൽ ലോ ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസം, അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒക്കെ ഹെൽപ്പോടുകൂടി വരുന്ന നിയമങ്ങൾ. All the laws that existed in the ancient society were formed from norms and practice. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങളെന്ന് പറയുന്നത് ഈ ഒരു നോംസ് ആൻഡ് പ്രാക്ടീസിലൂടെ വന്നതായിരുന്നു, അല്ലാതെ സിസ്റ്റമാറ്റിക് മെക്കാനിസത്തിലൂടെ വന്നതായിരുന്നില്ല. Generally, these were not strictly written. They were implemented in the society through social norms and customs. അപ്പോൾ പണ്ട് കാലത്തുള്ള നിയമങ്ങൾ എന്താണ്, അത് എഴുതപ്പെട്ടതൊന്നും ആയിരുന്നില്ല. അതെന്താണ്, സൊസൈറ്റിയിലുള്ള സോഷ്യൽ നോംസ് അല്ലെങ്കിൽ കസ്റ്റം, ഒരു ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങനെ അംഗീകരിച്ച് പോന്നുകൊണ്ടിരുന്നതായിരുന്നു. മോസ്റ്റ് ഓഫ് ദ റൂൾസ് ആൻഡ് ലോസ് ദാറ്റ് were പാർട്ട് ഓഫ് സോഷ്യൽ ഓർഡർ ഹാവ് ബീൻ either changed or modified over time. അപ്പോൾ ഇത്തരത്തിലുള്ള നോംസിന് പിന്നീട് എന്താ സംഭവിച്ചത്, അത് ഓരോ കാലം ആളുകൾ ഇങ്ങനെ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. വാട്ട് ആർ ദ ലോസ് വി ആർ ഫെമിലിയർ ഇൻ അവർ ഡെയിലി ലൈഫ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ലോസ് എന്തൊക്കെയാണ്? ട്രാഫിക് റൂൾസ്, റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമം. ദെൻ ചൈൽഡ് റൈറ്റ്സ് ആക്ട്, അതുപോലെ ലേബർ ലോസ്, തൊഴിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ. ദെൻ ടാക്സ് ലോസ്, പലതരത്തിലുള്ള ടാക്സുകൾ നമ്മൾ അടക്കാറുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന കുറച്ച് ലോസാണ്. ഹൗ ആർ ദീസ് ലോസ് ഫോംഡ്? ഈ ലോസൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? In modern era, such laws which are required for the nation are made by respective governments through state system called legislature. മോഡേൺ ഇറ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അതുണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ആൻസറാണ്. ലെജിസ്ലേച്ചർ ആൾസോ മേക്സ് ലോസ് ഫോളോയിങ് സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ അഡീഷൻ ടു ദ ലോസ് മെയ്ഡ് ബൈ ഗവൺമെൻറ്റ്സ് ഓൺ ദെയർ ഇനീഷ്യേറ്റീവ്. അപ്പോൾ ലെജിസ്ലേച്ചർ ആൾസോ മേക്സ് ലോസ് ഫോളോയിങ് പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ടും അവർ നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്നതിനപ്പുറം ജനങ്ങളുടെ ഓരോ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ അനുസരിച്ചും കൂടെ നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ജഡ്ജ്മെൻറ്റ്
of the court. Interpretation of the laws and recommendation made by the courts often contribute to the formation of new laws. കോടതിയിൽ നടക്കുന്ന ജഡ്ജ്മെൻറ്റുകൾ, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഓരോ നിയമങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻസ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മറ്റ് പുതിയ പുതിയ നിയമങ്ങൾ വരാൻ കാരണമാവാറുണ്ട്. In this way, laws are also formulated through interventions of the courts of law. അപ്പോൾ കോടതിയിലുള്ള പല കേസുകളും നിയമങ്ങളൊക്കെ ഇതിനനുസരിച്ചും പുതിയ നിയമങ്ങൾ വരാറുണ്ട്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ദ ലോസ് വർ ഫോംഡ്. എങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. സോഷ്യൽ നോംസിലൂടെയും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ലെജിസ്ലേറ്റീവിലൂടെയൊക്കെ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയൊക്കെ നിയമങ്ങൾ വരാറുണ്ട്. ലിസ്റ്റ് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് ലോസ് ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഈ രണ്ട് തരത്തിലും വന്നിട്ടുള്ള നിയമങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് എഴുതണം. സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. കുറച്ച് സൈൻ ബോർഡ്സ് അവിടെ കാണാം. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും കാണാറുള്ള ബോർഡുകളാണ്. ഇത് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ പിക്ചർ എന്താണ്? ഒരു സൈക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്താണ്? നോ സൈക്ലിംഗ്, സൈക്കിൾ യൂസ് ചെയ്യരുത് എന്നാണ്. ഇനി രണ്ടാമത്തെ പിക്ചറാണെങ്കിൽ എന്തോ? നോ പെഡസ്ട്രിയൻസ് എന്നാണ്. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഏരിയയിലാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് കാണുക. ദെൻ ഈ പി സൈൻ നിങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ടാവും. നോ പാർക്കിംഗ്, പാർക്കിംഗ് അലൗഡ് അല്ലാത്ത ഏരിയ. ദെൻ സ്കൂളിൻ്റെ സിമ്പലാണെങ്കിൽ സ്കൂൾ അഹെഡ്, തൊട്ടടുത്തൊരു സ്കൂള് വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഫിഫ്ത്ത് എന്താണ്? ലെവൽ ക്രോസ് ആണ്. ഈ എസ്പെഷ്യലി റെയിൽവേസിൻ്റെ ഒക്കെ അടുത്ത് കാണാൻ പറ്റും. സിക്സ് സിമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, സീബ്ര ക്രോസിങ്. ദെൻ സെവൻത്ത് സിമ്പിൾ എന്താണ്? സീറ്റ് ബെൽറ്റിൻ്റെയാണ്. എയ്ത്ത് സിമ്പിൾ ഹോൺ അടിക്കാൻ പറ്റാത്ത ഏരിയാസ്, എസ്പെഷ്യലി ഹോസ്പിറ്റൽസിൻ്റെ അടുത്ത് ഇതുപോലത്തെ സിമ്പിൾ കാണാൻ പറ്റും. ദെൻ നയൻത്ത് സിമ്പിൾ ഹെൽമെറ്റിൻ്റെ ഒരു പിക്ചറാണ് അല്ലേ. ഹെൽമെറ്റ് ധരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. അപ്പോൾ ഈ ഓരോ സിമ്പിൾസിനും ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അത് എഴുതിയെടുക്കുക. It is necessary to follow the rules indicated by such signs in our day-to-day life. ഇത്തരത്തിലുള്ള സൈന് ഇപ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള സൈന് നമ്മൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. റോഡ് സേഫ്റ്റി ലോസ് ആർ ദ വൺ ഫോർമുലേറ്റഡ് ടു മേക്ക് റോഡ് ട്രാഫിക് സ്മൂത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഫ്രീ. ഈ റോഡിൽ ഇത്തരത്തിലുള്ള സേഫ്റ്റി ലോസ് ഉണ്ടാക്കിയ എന്തുകൊണ്ടാണ്? റോഡിലൂടെ ആളുകൾക്ക് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാനും ആക്സിഡൻറ്റ്സ് ഒക്കെ കുറക്കാനും വേണ്ടിയിട്ടാണ്. Pedestrians as well as motorists are obliged to follow these laws. Pedestrians, കാൽനട യാത്രക്കാർ, അതുപോലെ വാഹനം ഓടിക്കുന്നവർ, രണ്ടുപേരും ഒരുപോലെ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാലിക്കണം. By obeying traffic rules, one can ensure one's own safety and the safety of others. നമ്മൾ ഈ ട്രാഫിക് റൂൾസ് പാലിക്കുന്നതോടുകൂടി നമ്മുടെ സേഫ്റ്റിയും അതുപോലെ മറ്റുള്ളവരുടെ, നമ്മളെ ചുറ്റുള്ള ആളുകളുടെ സേഫ്റ്റിയും കൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. Prepare placards and slogans and organize a rally on road safety day to create awareness of road safety rules. അപ്പോൾ ഈ റോഡ് സേഫ്റ്റി റൂൾസ് മുകളിൽ കൊടുത്ത പിക്ചേഴ്സിനൊക്കെ അനുസരിച്ചുള്ള റോഡ് സേഫ്റ്റി റൂൾസ് ആളുകളിൽ എത്തിക്കാൻ വേണ്ടി കുറച്ച് പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു റാലി നടത്താനാണ്. പ്ലക്കാർഡ്സിന് രണ്ട് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ പ്ലക്കാർഡ്സ് ഉണ്ടാക്കുക. അറ്റൻഷൻ പെഡസ്ട്രിയൻസ്. ഇനി കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. In our country, vehicular traffic is on the left side of the road. If you walk on the right side of the road, you can see the oncoming vehicles clearly. If you walk on the left side, we cannot see the vehicles coming from behind. This increases the risk of accidents. നമ്മൾ നടന്നു പോകുമ്പോൾ ഏത് സൈഡിലൂടെ നടക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നടക്കേണ്ടത്, എന്നാൽ മാത്രമേ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വെഹിക്കിൾസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ്സ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. If there are sidewalks, use them while walking on the road. Walk only on the right side of the road if there are no sidewalks. റോഡിൻ്റെ സൈഡിലൂടെ സൈഡ് വാക്സ്, അത് നടപ്പാതകളുണ്ടെങ്കിൽ അതിലൂടെ മാത്രം നടക്കുക. ഇനി നടപ്പാതകളില്ലാത്തതാണെങ്കിലോ റൈറ്റ് സൈഡിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. More than 2 people together should not walk on the same side of the road. രണ്ടിൽ കൂടുതൽ ആളുകൾ റോഡിൻ്റെ ഒരേ സൈഡിൽ ഇങ്ങനെ വരിയായിട്ട് നിങ്ങൾ കൈയൊക്കെ പിടിച്ച് പോകുമല്ലോ, അതുപോലെ നടക്കാൻ പാടില്ല. ഡു നോട്ട് വാക്ക് ത്രൂ ഏരിയാസ് where pedestrians are prohibited. അതുപോലെ തന്നെ ആളുകൾ നടക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള ഏരിയാസിൽ ഒരിക്കലും നിങ്ങൾ നടക്കരുത്. നെവർ വാക്ക് ഓൺ റോഡ് യൂസിങ് മൊബൈൽ ഫോൺസ് ആൻഡ് ഹെഡ്സെറ്റ്. ഫോൺ യൂസ് ചെയ്തുകൊണ്ടോ അതുപോലെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചുകൊണ്ടൊന്നും ഒരിക്കലും റോഡിലൂടെ
നടക്കരുത്. കാരണം ഓപ്പോസിറ്റൊക്കെ വണ്ടി വരുന്നതിന് സൗണ്ടൊന്നും കേൾക്കാൻ നമുക്ക് കഴിയൂല. ക്രോസ് ദ റോഡ് ഓൺലി ആഫ്റ്റർ ലുക്കിംഗ് ഫസ്റ്റ് ടു റൈറ്റ് ആൻഡ് ദെൻ ടു ലെഫ്റ്റ്. മേക്ക് ഷുവർ ദർ ആർ നോ വെഹിക്കിൾസ്. ഇനി ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആദ്യം റൈറ്റ് സൈഡിലേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കും നോക്കി വെഹിക്കിൾസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് സീബ്ര ക്രോസിംഗ് ഇഫ് ദർ ആർ സീബ്ര ലൈൻസ്. ഇനി സീബ്ര ലൈൻസ് ഉള്ള ഏരിയാസ് ആണെങ്കിലോ ആ സീബ്ര ലൈൻസിലൂടെ മാത്രം ക്രോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. Wait for the green signal for pedestrians to cross the road in areas where the traffic signal system is there. ഇനി ട്രാഫിക് സിഗ്നലുകളിലാണെങ്കിൽ എന്താ ചെയ്യുക, പച്ച ലൈറ്റ്, ആ ഒരാളുകൾക്ക് നടന്നു പോകാനുള്ള ലൈറ്റാണ് പച്ച ലൈറ്റ്, അത് കത്തുമ്പോൾ മാത്രമേ നടന്നു പോകാൻ പാടുള്ളൂ. ഇഫ് ദർ ആർ ഫുട് ഓവർ ബ്രിഡ്ജസ്, സ്കൈ വാൾസ് ആൻഡ് അണ്ടർപാസസ് ഡിസൈൻ ഫോർ പെഡസ്ട്രിയൻസ്, യൂസ് ദം. ഇനി ഈ ആളുകൾക്ക് നടക്കാൻ വേണ്ടി പ്രത്യേക സ്കൈ വാക്സ് അല്ലെങ്കിൽ അണ്ടർപാസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, നടക്കാൻ പ്രത്യേക റോഡിൽ നിന്ന് മാറി പ്രത്യേക ഏരിയാസ് റോഡിൻ്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ അടിഭാഗത്തിലൂടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ മാത്രം നടക്കുക. റോൾ പ്ലേ ഇൻസ്ട്രക്ഷൻസ് ഫോർ പെഡസ്ട്രിയൻ സേഫ്റ്റി ആസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലോ ആൻഡ് ദ സൈബർ വേൾഡ്. നിയമവും സൈബർ വേൾഡും. സൈബർ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയാസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലോകത്തെയാണ് സൈബർ വേൾഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോറിൻ നാഷണൽ അറസ്റ്റ് ഫോർ സൈബർ ഫ്രോഡ്. സൈബർ തട്ടിപ്പ് നടത്തിയതിന് ഒരാൾ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ലക്കി കൂപ്പൺ ഫ്രോഡ് ബിവെയർ. ഓൺലൈനിലുള്ള ഈ ലക്കി കൂപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അവെയറായിട്ടിരിക്കുക. ഹോക്സ് വീഡിയോ കോൾ, മണി സ്റ്റോളൻ ഡിസ്ഗൈസിങ് ആസ് ഫ്രണ്ടാണെന്നുള്ള പേരിൽ കോൾ ചെയ്ത് കണ്ട് പൈസ തട്ടിപ്പ്. ഫൈനാൻഷ്യൽ ഫ്രോഡ് യൂസിങ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. ഫേക്കായിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്ന ഒരു കേസ്. ഹാവിൻ യു റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻസ് നിങ്ങൾ വായിച്ചോ. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് സ്കാംസ് ത്രൂ സോഷ്യൽ മീഡിയ. ആർ ദ റൂൾസ് റെഗുലേറ്റ് ദീസ്. അപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടോ? എ ലോട്ട് ഓഫ് സ്കാംസ് ടേക്ക് പ്ലേസ് ഇൻ ഇൻ്റർനെറ്റ് ഗെയിംസ്, മൊബൈൽ ആപ്സ് ആൻഡ് ഓൺലൈൻ സർവീസസ്. The law enacted to get protection from such situation is the ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2000. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓൺലൈൻ ഗെയിമുകളിലൂടെ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയൊക്കെ ആളുകളെ പൈസയൊക്കെ തട്ടിയെടുക്കുന്നതിനെതിരെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വന്ന ഒരു നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അത് വന്നിട്ടുള്ളത് 2000 സിമിലർലി വേരിയസ് ലോസ് എക്സിസ്റ്റ് ഫോർ ദ സേഫ്റ്റി ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ലോ വാസ് ഇംപ്ലിമെൻറ്റഡ് ടു എൻഷുർ ലീഗൽ റെക്കഗ്നീഷൻ ആൻഡ് സെക്യൂരിറ്റി ഫോർ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് ഇൻഫർമേഷൻ ടെക്നോളജി. IT ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസും ഇടപാടുകൾക്ക് ഒരു സെക്യൂരിറ്റി, അതിന് ഒരു സേഫ്റ്റി നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ട് കൊണ്ടുവന്നത്. ദ ആക്ട് സ്റ്റിപ്പുലേറ്റ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഫോർ ദോസ് ഹു ഇൻവോൾവ്ഡ് ഇൻ സൈബർ ക്രൈംസ്. ഈ ആക്ട് പ്രകാരം അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എന്താണ് അതിൻ്റേതായ പണിഷ്മെൻറ്റ് നൽകി വരുന്നു. ഫൈൻഡ് ദ ലോസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അവിടെ ആദ്യം കൊടുത്തിട്ടുള്ളതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ആക്ട് എൻഷുർ ദ റൈറ്റ് ഓഫ് ദ പബ്ലിക് ടു അവൈൽ ഇൻഫർമേഷൻ. ദെൻ വേറൊന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വന്നതാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ആൾ ചിൽഡ്രൻ ഫ്രം 6 to 14 year old. 6 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ട്രാഫിക് ലോസ്, സൈബർ ലോസ് ആർ എയിംഡ് അറ്റ് ദ ജനറൽ സേഫ്റ്റി ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ ട്രാഫിക് ലോസും ഇപ്പോൾ പറഞ്ഞ സൈബർ ലോസൊക്കെ എന്താണ്, ആളുകളുടെ പൊതുവായ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഹവർ സം ലോസ് ആർ ദെയർഫോർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൈൻ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. പക്ഷേ സമൂഹത്തിലെ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യേക നിയമങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ചിൽഡ്രൻ ആൻഡ് ദെയർ റൈറ്റ്. കുട്ടികളും അവരുടെ അവകാശങ്ങളുമാണ്. ഇവിടെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വയലേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആക്ട്, ഹോട്ട് ഓണർ ഈസ് ബുക്ക്ഡ്. ചൈൽഡ് ലേബർ, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്
നിയമം. അതിന് തെറ്റിച്ചതിനൊരു ഹോട്ടൽ ഓണറിനെ അറസ്റ്റ് ചെയ്തതാണ്. ഡിപ്പ് ഇൻ ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആഫ്റ്റർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സർവേ റിപ്പോർട്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചാണ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഇൻ ഫോഴ്സ്. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് കം ഇൻ ടു ഫോഴ്സ്. ലുക്ക് അറ്റ് ദ ന്യൂസ് കൊളാഷ്. വിച്ച് ആർ ദ ലോസ് ദാറ്റ് ആർ റെഫേഴ്സ്ഡ് ഹിയർ. ആ ഒരു ന്യൂസ് കൊളാഷിലുള്ള ലോസ് ഏതൊക്കെയായിരുന്നു? ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നു, ബാലവേല. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്, ശൈശവ വിവാഹങ്ങൾ നിരോധിക്കാനുള്ള ഒരു ആക്റ്റാണ്. എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഇസ് എ റൈറ്റ് ഓഫ് എവ്രി ചൈൽഡ്. ഒരു സേഫായിട്ടുള്ള സെക്യൂറായിട്ടുള്ള ഒരു കുട്ടിക്കാലം എന്നത് ഏതൊരു കുട്ടിയുടെ അവകാശമാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് സർട്ടൻ റൈറ്റ്സ് ടു ചിൽഡ്രൻ ഫോർ ദെയർ സേഫ്റ്റി. ബിസൈഡ്സ് മെനി ലോസ് ആൻഡ് മെക്കാനിസംസ് ആർ ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്സ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് റൈറ്റ്സ് നൽകുന്നുണ്ട്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളും നിലവിലുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986, ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആക്റ്റാണ്. അത് വന്നതെന്നാണ് 1986. എംപ്ലോയിങ് ചിൽഡ്രൻ അണ്ടർ ഏജ് 14 ഈസ് എൻ ഒഫൻസ്. ഇത് പ്രകാരം ഒഫൻസ് എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്, പണിഷബിളാണ്. അടുത്ത ആക്ട് എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009. ഓൾറെഡി പറഞ്ഞു. ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഇസ് ഗ്യാരണ്ടി ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14. 6 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെ അടുക്കുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ നൽകണം. ദെൻ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ. ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആർ ഫങ്ഷനിങ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ റെസ്പെക്റ്റീവ്ലി ടു പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, അത് നാഷണൽ ലെവലിലുള്ളതാണ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ ഒരു സംസ്ഥാന തലത്തിലാണെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഈ 2 കമ്മീഷൻ്റെ പേര് ഓർത്ത് വെക്കുക. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ ബാലസഭ റിഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ അവകാശത്തെ പറ്റി ബാലസഭയിൽ അവതരിപ്പിക്കാനുള്ളൊരു സ്പീച്ച് എഴുതാനാണ്. Juvenile Justice Act of 2015. Juvenile Justice Act has been in force since 2015 to ensure a safe and secure childhood. കുട്ടികളുടെ ചൈൽഡ്ഹുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് 2015 കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഹറാസിംഗ് ആൻഡ് നെഗ്ലക്റ്റിംഗ് ചിൽഡ്രൻ, making them beg, forced labor, giving them drugs and using them for drug peddling are punishable. ഇത് പ്രകാരം എന്താണ്? കുട്ടികളെ ഉപദ്രവിക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക. മേക്കിംഗ് ദം ബെഗ് എന്ന് പറഞ്ഞാൽ യാചകരായിട്ട് കുട്ടികളെ ഉപദ്രവിച്ച് അവരെ റോഡുകളിലൂടെയൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നടത്തുക. ഫോഴ്സ്ഡ് ലേബർ, അവരെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക. ഗിവിങ് ദ ഡ്രഗ്സ്, അവർക്ക് ഡ്രഗ്സൊക്കെ കൊടുക്കുക, മയക്കുമരുന്നുകൾ. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ കടത്താനൊക്കെയുള്ള ആളുകളായിട്ട് അവരെ യൂസ് ചെയ്യുക. ഇൻ കേസ് ഓഫ് സച്ച് എ വയലേഷൻ ഓഫ് റൈറ്റ്സ്, എ സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഷാൾ ബി അപ്രോച്ച്ഡ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ കമ്മീഷനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ കുറച്ച് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നവംബർ 20 എന്ന് പറയുന്നത് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ ആണ്. ജൂൺ 12 ആണെങ്കിൽ ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. ദെൻ വേറൊരു ആക്റ്റാണ് പോസ്കോ ആക്ട് ഓഫ് 2012. പോസ്കോ ആക്ടിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. POSCO Act, Protection of Children from Sexual Offences Act 2012, is a law that has been enacted to protect children from sexual assault regardless of gender. അപ്പോൾ ഇനി ബോയോ ഗേളോ ആവട്ടെ, സെക്ഷൽ അസാൾട്ടിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റഡ് ദിസ് ആക്ട് ബൈ അക്സെപ്റ്റിംഗ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ 1989. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ദാറ്റ് സ്പ്രെഡ് എ മെസ്സേജ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഈ കുട്ടികളുടെ റൈറ്റ്സ്, ഒരുപാട് റൈറ്റ്സ് ഇപ്പോൾ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ അവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാം. റൂൾ ഓഫ് ലോ.
വി ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ലോസ്. ഒരുപാട് നിയമങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു. അവർ സോഷ്യൽ ലൈഫ് പ്രൊസീഡ് സ്മൂത്ത്ലി ആസ് വി ഒബേ ദീസ് റൂൾസ്. ഈ നിയമങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ച് ഒബേ ചെയ്ത് പോരുന്നതുകൊണ്ടാണ് നമ്മൾ ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. ആൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ദ റൂൾ ഓഫ് ലോ ഈസ് എ സ്റ്റേജ് ഓഫ് ലിവിങ് സബ്ജക്റ്റ് ടു ദ ഇക്വാളിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ എൻഷ്യൂർഡ് ബൈ ലോ. റൂൾ ഓഫ് ലോ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ലിവിങ്ങിലുള്ള ഒരാൾക്ക് എന്താണ്? ഇക്വാലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ എൻഷ്യൂർഡ് ബൈ ലോ. ആ ഒരു നിയമം അവർക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ ഈക്വലായിട്ട് ലഭിക്കുക എന്നുള്ളത്. ഇക്വാലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ എൻഷ്യൂർഡ് ബൈ ലോ എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ തീർക്കുന്നത് എന്നാണ്. ഹൂം ഡു യു അപ്രോച്ച് ഫോർ എ റിഡ്രസൽ മെഷർ ഇൻ കേസ് ഓഫ് എനി വയലേഷൻ ഓഫ് റൂൾസ് ഇൻ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം തെറ്റിച്ചാൽ, സ്കൂളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ ആരെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യുക? ആദ്യം സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടൊക്കെ പറയുന്നുണ്ടാവാം. Which are the agencies we approach to ensure the rule of law and find solutions to instances of dispute and conflict in the society? അതുപോലെ ഇപ്പോൾ സ്കൂളിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ നമ്മൾ സൊസൈറ്റിയിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരെയായിരിക്കും അപ്രോച്ച് ചെയ്യുക ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വിജിലൻറ്റ് കമ്മിറ്റീസ്, ഗവൺമെൻറ്റിലുള്ള കമ്മിറ്റീസ്. ദെൻ ജുഡീഷ്യറി, കോടതിയെ സമീപിക്കാം. അതല്ലെങ്കിൽ പോലീസ്, അവിടുത്തെ നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ പോലീസിനെയും നമുക്ക് അപ്രോച്ച് ചെയ്യാം. The duty of police is to maintain law and order. പോലീസിൻ്റെ ഡ്യൂട്ടി എന്താണ്? നിയമം നടപ്പിലാക്കുക എന്നതാണ്. Courts have the power to resolve dispute and impose penalties or punishments. ഇനി കോടതിയാണെങ്കിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ട്, കച്ചറകളൊക്കെ, തർക്കങ്ങളൊക്കെ ഇല്ലാതാക്കി അതിന് വേണ്ട പെനാൽറ്റീസ്, ഫൈനും അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണേ അതൊക്കെ ചെയ്യാൻ അധികാരമുള്ളതാണ് കോർട്ട്. ഒബ്സർവ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോർട്ട്സ് ഗിവൺ ബിലോ. ഇനി താഴെ കുറച്ച് കോടതികളെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ഇസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് പദവിയിലുള്ള കോടതി. അത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദെൻ ഹൈക്കോർട്ട് ഓഫ് കേരള. ഹൈക്കോർട്ട് ഇസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ സ്റ്റേറ്റ്. മറ്റേത് സുപ്രീം കോർട്ട് ഇന്ത്യേൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റിൽ, കേരളത്തിൽ ഏറ്റവും സുപ്രീമായിട്ട് നിൽക്കുന്ന നിയമം നടപ്പിലാക്കുന്ന സിസ്റ്റമാണ് ഹൈക്കോർട്ട്. കേരള ഹൈക്കോർട്ട് ഇസ് സിറ്റുവേറ്റഡ് അറ്റ് എറണാകുളം. കേരളത്തിലെ ഹൈക്കോടതി എവിടെയാണ്? എറണാകുളത്താണ്. അപ്പാർട്ട് ഫ്രം ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, വേരിയസ് ടൈപ്പ് ഓഫ് കോർട്ട്സ് ആർ ഫങ്ഷനിങ് ഇൻ അവർ കൺട്രി. ഒബ്സർവ് ദ ഹൈറാർക്കി ഓഫ് കോർട്ട്സ്. സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെ അപ്പുറത്തേക്ക് വേറെയും ഒരുപാട് കോർട്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഓർഡർ ലെവലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം സെഷൻസ് കോർട്ടാണ്. സെഷൻസ് കോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കോടതികളാണ്. പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സ്, അതായത് ഒരു ജില്ലയെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ സുപ്രീം കോർട്ട് ആകുമ്പോൾ ഒരു കൺട്രീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദ ചീഫ് ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ഈസ് ടു എൻഷുർ സുപ്രീം പവർ ഓഫ് ലോ എന്നാണ്. ഒരു കോടതിയുടെ ഡ്യൂട്ടി എന്നാണ് ആളുകൾക്ക് ആ നിയമം എല്ലാവർക്കും ഈക്വലായിട്ട് എത്തുന്നുണ്ട്, എല്ലാവർക്കും അതിൻ്റേതായ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. We can have a smooth social life as we follow these rules. ഈ നിയമങ്ങൾ പാലിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള സാമൂഹിക ജീവിതം കിട്ടുന്നത്. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ഈച്ച് ഓഫ് us to recognize this and act accordingly. അപ്പോൾ ഓരോ സിറ്റിസൻ്റെയും, ഓരോ പൗരൻ്റെയും ഡ്യൂട്ടിയാണ് ഈ നിയമങ്ങളൊക്കെ അതിനനുസരിച്ച് ജീവിക്കുക എന്നത്. Conduct an interview with legal experts, gather information about laws concerning children and prepare notes. ഏതെങ്കിലും ഒരു ലീഗൽ എക്സ്പേർട്ട്, ഇപ്പോൾ അഡ്വക്കേറ്റ്സോ അതുപോലെ നിയമവുമായി ബന്ധമുള്ള ഏതെങ്കിലും ആളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ച്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ കുറിച്ചൊരു കാര്യങ്ങൾ, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട്. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആയിട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, ഒബ്സർവ് റോഡ് സേഫ്റ്റി വീക്ക് അണ്ടർ ദ ഓസ്പൈസസ് ഓഫ് സോഷ്യൽ സയൻസ് ക്ലബ്. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ അണ്ടറിലായിട്ട് റോഡ് സേഫ്റ്റി വീക്ക് ആചരിക്കുക. നമ്മൾ ഓൾറെഡി ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞു, റോഡ് സേഫ്റ്റിക്ക് വേണ്ടി പ്ലക്കാർഡ്സൊക്കെ ഉണ്ടാക്കി ഒരു റാലിയൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഓർഗനൈസ് ക്ലാസ് ലെവൽ ഇൻ്റർവ്യൂസ് വിത്ത് ചൈൽഡ് ലൈൻ വർക്കേഴ്സുമായിട്ട് ഇൻ്റർവ്യൂസ് നടത്തുക. മേക്ക് ക്ലാസ് ലെവൽ റൂൾസ് വിത്ത് ഹെൽപ്പ് ഓഫ് ടീച്ചറുടെ അനുഭവത്തോടുകൂടി, ഹെൽപ്പോടുകൂടി ക്ലാസ്സിൽ എന്ത് ചെയ്യുക, കുറച്ച് റൂൾസൊക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ ക്ലാസ്സിലെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടുള്ള റൂൾസ്, ഇപ്പോൾ ഒരു ദിവസം ഈ ബെഞ്ചിലുള്ള കുട്ടികളെ ക്ലീൻ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റൂൾസൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ക്ലാസ്സിൽ കുറച്ച് റൂൾസ് പ്രിപ്പയർ ചെയ്യുക.
വിസിറ്റ് ദ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ, ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് നോട്ട്സ് എഴുതാനാണ്. Observe the local self-government vigilant committees and prepare an observation report on their dispute resolution mechanism. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വിജിലൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ തർക്കമൊക്കെ ഉണ്ടാക്കിയാൽ അതെങ്ങനെ തീർക്കും, അവരത് തീർക്കുന്ന കമ്മിറ്റിയാണ്. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രശ്നം തീർക്കാൻ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒരു നോട്ട് എഴുതാനാണ്. Organize a seminar on the topic Traps in Cyberspace, Make Use of Surveys of Experts. ഈ ഒരു സൈബർ സ്പേസ്, സോഷ്യൽ മീഡിയയിലുള്ള ചതിക്കുഴികളൊക്കെ കുറിച്ചൊരു സെമിനാർ കണ്ടക്ട് ചെയ്യാനാണ് അടുത്ത ഒരു ആക്ടിവിറ്റി. സോ ലോസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഒരു ലോ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോ നടപ്പിലാക്കുന്ന ആരാണ്, എങ്ങനെയൊക്കെയാണ് ലോ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ കുറച്ച് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുമാണ് ചെയ്തത്. ഇനി കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.